ാണ് പ്ലെയിൻ സ്പോട്ടിംഗ് എന്നറിയാമോ? വിവിധ വിമാനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലാത്ത ഈ വിനോദം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു മിടുക്കിയുണ്ട് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തെ ഏക വനിതാ പ്ലെയിൻ സ്പോട്ടറുടെ വിശേഷങ്ങൾ അറിയാം. ആകാശം മുട്ടേ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി. ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ലെങ്കിലും അതിനു പുറകെയുള്ള യാത്ര തുടങ്ങിയിട്ട് കാലം കുറച്ചാകുന്നു. കണ്ണിൽപ്പെടുന്ന ഓരോ വിമാനവും അവൾ ക്യാമറയിൽ പകർത്തും. ക്ഷമയോടെ കാത്തിരിക്കും. ശബ്ദം കേട്ട് വിമാനമേതെന്ന് തിരിച്ചറിയും. കേരളത്തിലെ ആദ്യ വനിതാ പ്ലെയിൻ സ്പോട്ടറായ 18 വയസ്സ് മാത്രം പ്രായമുള്ള അനാമികയാണ് കഥയിലെ താരം. ആദ്യം സംഗതി ഗൗരവമല്ലായിരുന്നെങ്കിലും ഇന്നത് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒടുവിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരത്തിറങ്ങിയപ്പോഴും അവൾ ക്ഷമയോടെ കാത്തിരുന്ന് ചിത്രങ്ങൾ പകർത്തി. പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒബ്സർവേഷനും നമ്മൾ അതിനു വേണ്ടി കുറേ സമയം അങ്ങ് ചെലവഴിക്കണം. അപ്പം അതിൻ്റെ കൂടെ അതൊരു ഭാഗമായിട്ട് മാറും. ഇത് എപ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നൊരിതില്ലല്ലോ. അപ്പം എപ്പോൾ വേണമെങ്കിലും ആവാം. അപ്പം എല്ലാം റെഡിയായിട്ടായിരുന്നു ആ സമയം നിന്ന്. എന്നിൽ നിന്ന് ആൾക്കാർ കുറേ മനസ്സിലാക്കിയത് ലൈക്ക് എൻ്റെ പിക്ചേഴ്സിൽ നിന്നാണ് ഈ ബേർഡ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള സംഭവം ഇപ്പോൾ കുറച്ചും കൂടെ ഇത് പ്രചാരത്തിൽ വന്നേക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്താണ് അനാമികയുടെ വീട്. ചെറുപ്പം മുതൽ കണ്ടുവളർന്നത് വിമാനങ്ങളെയാണ്. ഇതേ മേഖലയിൽ തന്നെ കമ്പമുള്ള അച്ഛൻ ഗോപകുമാർ അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമുണ്ട്. കുട്ടിക്കാലത്തെ ഞാനും ഇതേപോലെ ഫ്ലൈറ്റുകളുടെ പടം എടുക്കാനായിട്ട് ഇറങ്ങി നടക്കുന്ന അവസരത്തിൽ അവളെയും കൂടെ കൂട്ടും. ചെറുപ്രായത്തിൽ തന്നെ ചില നല്ല ഫ്രെയിംസുകളൊക്കെ ഉള്ളതായിട്ട് എൻ്റെ ഫോട്ടോഗ്രാഫി മേഖലയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു. ഇന്ന് കുട്ടിക്കാലത്ത് എടുത്ത പടങ്ങളിലും ഇതേപോലെ തന്നെ ശ്രദ്ധേയമായ ചില നല്ല ഫ്രെയിംസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെറുതെ അങ്ങ് ചിത്രങ്ങൾ എടുക്കുകയല്ല, മറിച്ചവൾ കുറച്ച് കണ്ടെത്തലുകൾ കൂടി നടത്തുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷികളുടെ സാന്നിധ്യമുണ്ട്. പക്ഷികളും വിമാനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയേറെയാണെന്നും അനാമിക പറയുന്നു. 24 തിരുവനന്തപുരം.